വേദയുടെ സ്കൂളിൽ 2 പ്രാവശ്യം കേട്ടോ ആനുവൽ ഡേ. വേദയുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്കൊരു കാർമൽ ഡേ ഉണ്ട്. അന്നും പ്രോഗ്രാമും കാര്യങ്ങളും ആനുവൽ ഡേ പോലത്തെ ഒരു ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് വേദയുടെ സ്കൂളിൽ ശരിക്കുള്ള ആനുവൽ ഡേ സ്കൂൾ ലാസ്റ്റ് ആകുമ്പോഴുണ്ട് കേട്ടോ. ഈ 2 പ്രാവശ്യം ഞാൻ വേദയോട് പറയും, വേദ ആവശ്യമില്ലാത്ത പ്രോഗ്രാമിന് ഒന്നിനും ചേരില്ലേ എന്ന് പറയും. സമയമാകുമ്പോൾ വേദ പ്രോഗ്രാമിനെല്ലാം ചേർന്ന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് വരും. വേറെ ഒന്നുമില്ല കേട്ടോ പാട്. ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ഓടി നടന്ന് നമ്മൾ സെറ്റാക്കണം. പ്രോഗ്രാം ഡേ ഇതുപോലെ റെഡിയാക്കണം. 8 മണിക്കും 9 മണിക്കും ഒക്കെ എത്താൻ പറയും കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ 11:30 ആയിട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പതിയെ എഴുന്നേറ്റ് വേദയെല്ലാം റെഡിയാക്കി സെറ്റാക്കി നമ്മളിതേ സ്കൂളിൽ വന്നിട്ടുണ്ട്. ആനുവൽ ഡേക്ക് ഒരു 5 മിനിറ്റുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ കഷ്ടപ്പാടെന്ന് ഓർക്കുക. പിന്നെ അത് കുട്ടികളുടെ ഒരു സന്തോഷം കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളും ആ സന്തോഷത്തിൽ പങ്കുചേരും. വേദയോട് ചേരണ്ടെന്ന് പറഞ്ഞാലും സമയമാകുമ്പോൾ ഞാൻ പറയാം കുഴപ്പമില്ല, എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനൊക്കെ ചേർക്കും കേട്ടോ. അത് വേറെ കാര്യം. എന്നിട്ട് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ പഴംപൊരി കഴിക്കാനൊരു കൊതി. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുകയാണ്. പഴംപൊരി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മൈദാ മാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഗോതമ്പ് മാവിൽ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് തള്ളി, ഗോതമ്പ് മാവിൽ ആരെങ്കിലും പഴംപൊരി ഉണ്ടാക്കുമെന്ന്. എന്നിട്ട് കഴിച്ചപ്പോഴോ കൊള്ളാൻ സംഭവം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എല്ലാവരും കഴിച്ചു. അമ്മയുടെ ഒരു നൈറ്റിയൊക്കെയാണ് എടുത്തിട്ടുകൊണ്ട് നിൽക്കുന്നത്. അതിടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. അത് നമ്മുടെ നൈറ്റിയെന്ന് ഇട്ടാൽ ആ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അത് അമ്മയുടെ നൈറ്റി തന്നെ കിട്ടണം. പറഞ്ഞു വന്നത്, ഗോതമ്പ് മാവിൽ എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാം, നമ്മുടെ മൈദാ മാവിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കുക. കുറച്ചൊന്ന് ലൂസായിട്ട് ബാറ്റർ കലക്കുക. എന്നിട്ട് ഭയങ്കര തിന്നായിട്ട് പഴം അരിഞ്ഞെടുത്തിട്ട് പഴംപൊരിയായിട്ട് മുക്കിയിട്ടാൽ നല്ല അടിപൊളി ഹെൽത്തി എന്ന് ഞാൻ പറയില്ല, അൺഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി കിട്ടും. ഗോതമ്പ് മാവ് ആയതുകൊണ്ടാണ് ഞാൻ ഹെൽത്തി എന്ന് പറഞ്ഞത്. പിന്നെ എയർ ഫ്രയറിലൊക്കെ ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് ഗോതമ്പ് മാവിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം, ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ. എന്തായാലും പഴംപൊരി കൊള്ളായിരുന്നു കേട്ടോ. അവസാനം വേദയുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ ചീമയെ പിടിച്ചെടുത്തി മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മുടി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഭ്രാന്തികളെ പോലെ.